ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നിലവിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡാണ് എതിരാളികൾ. മത്സരം ആര് വിജയിക്കും? കഴിഞ്ഞ 2 മത്സരങ്ങളും ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയിച്ചു കയറിയത്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ തകർത്തുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ വരവെങ്കിൽ ഈജിപ്തിനെ തകർത്തുകൊണ്ടാണ് അർജന്റീനയുടെ വരവ്. അർജന്റീന സ്വിറ്റ്സർലാൻഡ് പോരാട്ടം നടക്കുമ്പോൾ 2014 വേൾഡ് കപ്പിലേക്കാണ് പലരും കണ്ണുപിടിക്കുന്നത്. അന്ന് പ്രീ ക്വാർട്ടറിൽ 1 ഗോളിന് സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തി ലിയോ മെസ്സിയുടെ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ കടന്നിരുന്നു. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു വേൾഡ് കപ്പിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് പോരാട്ടം വരികയാണ്. യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡും ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ അർജന്റീനയും തമ്മിൽ പോരടിക്കുന്ന പോരാട്ടം. നിലവിലെ ഫിഫ റാങ്കിങ്ങിൽ 2ാം സ്ഥാനക്കാരാണ് അർജന്റീന, അതേസമയം 14ാം സ്ഥാനത്താണ് സ്വിറ്റ്സർലാൻഡ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടുന്നതിനെക്കുറിച്ച് സ്വിറ്റ്സർലാൻഡിൻ്റെ പരിശീലകനായ മുറാദ് യാക്കിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. അർജന്റീന ടീമിനെ നേരിടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അർജന്റീന വളരെ ശക്തരാണ്, പക്ഷേ തോൽപ്പിക്കാൻ പറ്റാത്ത ടീമൊന്നുമല്ല അർജന്റീന. അവരുടെ അടുത്തിടെയുള്ള മത്സരങ്ങൾ അവർക്ക് കുറവുകളുണ്ടെന്ന് കാണിച്ചു തന്നു. അവർക്കും വേദനിക്കും. ഞങ്ങളിപ്പോൾ തുടർച്ചയായ 2 മത്സരങ്ങളിൽ അത് കണ്ടു. അതിനാൽ അവരെ തോൽപ്പിക്കാനാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മത്സരം ഏറെ നിർണായകമാണ്. ഈ മത്സരത്തിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചിരിക്കും. ഇങ്ങനെയായിരുന്നു സ്വിറ്റ്സർലാൻഡ് കോച്ച് മുറാദ് യാക്കിൻ്റെ വാക്കുകൾ. ക്യാപ് വെർദക്കെതിരായുള്ള പോരാട്ടവും അതിനുശേഷം നടന്ന ഈജിപ്തിനെതിരായുള്ള പോരാട്ടവും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പരിശീലകൻ അങ്ങനെ സംസാരിച്ചത്. 2 മത്സരത്തിലും അർജന്റീന കഷ്ടിച്ചാണ് വിജയിച്ചു കയറിയത്. ഏതായാലും സ്വിസ് പരിശീലകനായ മുറാദ് യാക്കിനും ടീമിനും അർജന്റീനയെ തോൽപ്പിക്കാനാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് വലിയ വെല്ലുവിളിയാകുമോ സ്വിറ്റ്സർലാൻഡ്? കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.